ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട, ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ? നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പന്തളം. നമസ്കാരം. പ്ലാപ്പള്ളി തുലാപ്പള്ളി മൂക്കൻപെട്ടി പമ്പാവലി റോഡ് വികസനം ശബരിമല തീർത്ഥാടകർക്ക് ഏറെ സഹായകരമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആധുനിക നിലവാരത്തിൽ പുനർനിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6.5 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. എരുമേലിയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഇതിലൂടെ സുഗമമായി എത്തിച്ചേരുവാൻ സാധിക്കും. ഗവിയിലേക്കും വിനോദസഞ്ചാരികൾക്ക് അനായാസം യാത്ര സാധ്യമാകും. BMBC നിലവാരത്തിൽ നിശ്ചയിച്ചതിനും നേരത്തെ നിർമ്മാണം പൂർത്തിയാക്കി. ശബരിമല റോഡ് നവീകരണത്തിന് സർക്കാർ മുഖ്യ പരിഗണന നൽകുന്നുണ്ട്. 9 വർഷം കൊണ്ട് സംസ്ഥാനത്ത് പശ്ചാത്തല വികസനത്തിൽ വലിയ കുതിപ്പുണ്ടായി. 30,000 കിലോമീറ്റർ പൊതുമരാമത്ത് റോഡുകളിൽ 60% BMBC നിലവാരത്തിൽ ഉയർത്തി. വികസന പദ്ധതികൾ നടപ്പാക്കി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. നിശ്ചയിച്ചതിലും നേരത്തെ തന്നെ നമുക്ക് ഈ പ്രവൃത്തി പൂർത്തിയാക്കുവാൻ സാധിച്ചു. എരുമേലി ഭാഗത്തുനിന്നും വരുന്ന ശബരിമല തീർത്ഥാടകർക്ക് സുഗമമായി ശബരിമലയിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്ന റോഡാണിത്. അതോടൊപ്പം വിനോദസഞ്ചാരികൾക്ക് ഗവി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് അനായാസം എത്തിച്ചേരുന്നതിനും സാധിക്കും. നാടിൻ്റെ ആകെ മുന്നേറ്റത്തിന് ഈ റോഡ് വികസനം സഹായകരമാകും. ശബരിമല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ റോഡ് നവീകരിക്കുവാൻ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ശബരിമല ഐഡൻറ്റിഫൈഡ് റോഡ് എന്ന നിലയിൽ നവീകരണം സാധ്യമാക്കിയത് തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്തുവാൻ ഏറെ സാധിക്കും. ശബരിമല റോഡ് പരിപാലനത്തിന് വലിയ പരിഗണന നൽകിയ സർക്കാരാണ് LDF സർക്കാർ. വലിയ തുക ഇതിനു വേണ്ടി അനുവദിച്ചു. അത് നേരിട്ട് തന്നെ പരിശോധിക്കുന്നതിനും ഉയർന്ന പരിഗണന നൽകി. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന ശബരിമല തീർത്ഥാടനം സുഗമമാക്കുവാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കാര്യം സന്തോഷത്തോടെ അറിയിക്കുന്നു. റാന്നി തുലാപ്പള്ളി മർത്തോമ പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രമോദ് നാരായണൻ MLA അധ്യക്ഷനായി. പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS ഗോപി, പെരുന്നാട് പഞ്ചായത്ത് പ്രസിഡന്റ് PS മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ CS സുകുമാരൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോമി ചിങ്ങംപറമ്പിൽ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.